നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാനനഷ്ട കേസിൽ വ്ലോഗർ KM ഷാജഹാന് 5 ലക്ഷം പിഴ ശിക്ഷ. തിരുവനന്തപുരം മുൻസിഫ് കോടതിയാണ് ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ADGP S ശ്രീജിത്ത് നൽകിയ സിവിൽ കേസിലാണ് ഷാജഹാനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തെറ്റായ പ്രചരണം നടത്തുന്ന വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിനാണ് ശ്രീജിത്ത് പരാതി നൽകിയത്. ഷാജഹാൻ പലിശ സഹിതം പണം അയക്കുകയും കോടതി ചെലവ് നൽകണം എന്നതടക്കമുള്ള വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ ADGP S ശ്രീജിത്തിനെതിരെ അപകീർത്തി പ്രസ്താവനയ്ക്കാണ് ഇത്തരത്തിൽ 5 ലക്ഷം രൂപയും പലിശയും നഷ്ടപരിഹാരമായി നൽകണമെന്ന് കോടതി അഡീഷണൽ മുൻസിഫ് B ശാലിനിയാണ് ശിക്ഷ വിധിച്ചത്. ശ്രീജിത്തിനെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഷാജഹാൻ നടത്തി. കോടതി കേസ് പരിഗണിച്ചപ്പോഴും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ ഷാജഹാന് സാധിച്ചില്ല. കോടതിയിൽ ഹാജരായില്ല. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതിയുടെ വിധി. യൂട്യൂബ് ചാനലിൽ 2021 ജനുവരി 1 ആദ്യ വീഡിയോ ഷാജഹാൻ പങ്കുവച്ചത്. തുടർന്ന് നിരന്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശ്രീജിത്തിന് പങ്കുള്ളതായി ആരോപിച്ച് KM ഷാജഹാൻ ചെയ്ത വീഡിയോ ആണ് ഇത്തരത്തിൽ ചില വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ടത്. ഇതിനെതിരെ കോടതിയിൽ ശ്രീജിത്ത് നൽകിയ മാനനഷ്ട കേസിലാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ പിഴ വിധിച്ചിരിക്കുന്നത്. അതേസമയം അബുദാബിയിൽ സ്പാ ഉദ്ഘാടനത്തിന് പോയി എന്താണ് ശ്രീജിത്തിനെതിരെ ചിലർ ഉയർത്തുന്ന മറ്റൊരു പരാതി. ഈ പരിപാടിയുടെ വീഡിയോയിൽ പോലീസ് യൂണിഫോമിൽ ശ്രീജിത്തിന്റെ ഫോട്ടോ നൽകിയെന്നാണ് ആരോപണം. ADGP ശ്രീജിത്ത് പങ്കെടുക്കുന്നുണ്ടെന്ന് നടി ഇനിയ മറ്റു പലരും പറഞ്ഞതെന്നത് കുറ്റമായി ആരോപിക്കപ്പെട്ടിരുന്നു. IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കായിരിക്കില്ല, തികച്ചും വ്യക്തിപരമായ താല്പര്യത്തോടെയാകാം ശ്രീജിത്ത് പങ്കെടുത്തിട്ടുണ്ടാവുക. എന്തായാലും ശ്രീജിത്തിനെതിരെ ചീഫ് സെക്രട്ടറി അടക്കം പരാതി പോയിരിക്കുകയാണ്. മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ADGP S ശ്രീജിത്ത്. കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 2021 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി സ്ഥലം മാറ്റി. ഈ സമയങ്ങളെല്ലാം S ശ്രീജിത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരവധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. നായർ വിഭാഗങ്ങളെ പുകഴ്ത്തി മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിങ്ങളെ ഇകഴ്ത്തിയും S ശ്രീജിത്ത് നടത്തിയ പ്രസ്താവന എന്ന രീതിയിലായിരുന്നു പ്രചാരണം ഈ വീഡിയോ പ്രചരിച്ചത്. സമീപകാലത്തെ ശ്രീജിത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതാണ്. എന്തായാലും ഇപ്പോൾ ശ്രീജിത്ത് നൽകിയ പരാതിയിൽ KM ഷാജഹാനെതിരെ നിലപാടെടുത്തിരിക്കുകയാണ് കോടതി. അതേസമയം യൂട്യൂബർ KM ഷാജഹാനെതിരെ ഈ ഇടയ്ക്കും വീണ്ടും ഒരു കേസ് വന്നിരുന്നു. അതായത് കണ്ണൂർ സ്വദേശിയായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസ് എടുത്തിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന വനിതാ ആയുർവേദ ഡോക്ടർമാരെ അധിക്ഷേപിച്ചെന്ന പരാതിയിലായിരുന്നു കേസെടുത്തത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആയുർവേദ വനിതാ ഡോക്ടർമാരെ ഒന്നടങ്കം അപമാനിച്ചു എന്നാണ് പരാതിയിലുള്ളത്. KM ഷാജഹാനെതിരെ കേസെടുത്തിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന വനിതാ ആയുർവേദ ഡോക്ടർമാരെല്ലാം മോശക്കാരെന്ന തരത്തിലായിരുന്നു ഷാജഹാൻ നടത്തിയ പ്രചാരണം. ഇതിനെതിരെയായിരുന്നു യുവതിയുടെ പരാതി. നേരത്തെ അപകീർത്തി കേസുകളുള്ള ആളാണ് യൂട്യൂബർ KM ഷാജഹാൻ. CPM നേതാവ് KJ ഷൈനും K ഉണ്ണികൃഷ്ണൻ MLA ക്കുമെതിരായ അപവാദ പ്രചരണ കേസിൽ ഷാജഹാൻ അറസ്റ്റിലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.